എല്ലാവർക്കും കൃഷ്ണ 709 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകളാണ് ഇന്നത്തെ റീഡിങ്ങിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ. കിങ് ഓഫ് വാൻസ്, ടെൻ ഓഫ് വാൻസ്, ഈസ് ഓഫ് പെൻറ്റക്കിൾസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഈ എനർജി ഈ കാർഡിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകളാണ്. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ അവർക്ക് ഒരു പ്രചോദനമാണ്. നിങ്ങളുമൊത്തുള്ള പഴയകാല യാത്രകൾ, അതുപോലെ നിങ്ങളുമൊത്തുള്ള അനുഭവങ്ങൾ എന്നിവ അവരുടെ രാത്രികാലങ്ങൾ അവരുടെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയെത്തുകയാണ്. നിങ്ങൾ ഒന്നിച്ച് ചെലവഴിച്ച സമയങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല സമയങ്ങൾ, തമാശകൾ എന്നിവയൊക്കെ അവരുടെ രാത്രികാലങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ എന്നാൽ അവർക്ക് ഒരു ആവേശമാണ്. നിങ്ങളുടെ സ്വഭാവം, മിതമായ സംസാരശൈലി, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന നല്ല വാക്കുകൾ, നിങ്ങളുടെ ശാരീരികമായാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ എന്നിവ അവരെ വല്ലാതെ നിങ്ങളിൽ ആകൃഷ്ടരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നേതൃശൈലി, ജോലി സംബന്ധമായ കാര്യങ്ങളിലെ ഇടപെടൽ എന്നിവയും അവരെ നിങ്ങളിലേക്ക് അടുപ്പിച്ചതിൻ്റെ ഘടകങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഉറക്കത്തിലും ഉണർന്നവരും അവർ നിങ്ങളറിയാതെ പിന്തുടരുകയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവർ അകന്നു നിൽക്കുന്നതായി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടാകാം. എങ്കിലും അവരുടെ സ്വപ്നങ്ങളിൽ നിറയെ നിങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ആണെന്നാണ് ഇവിടെ ഡിവൈൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവർ നിങ്ങളോട് പെരുമാറുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടം. അവർ അവരുടെ ജോലിയിലും പ്രവൃത്തികളിലുമായി മുഴുകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ ദിവസവും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ മിണ്ടാനോ അവർക്ക് സാധിക്കുന്നില്ലായിരിക്കാം. എങ്കിലും അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നിരുന്നാലും പുതിയ വഴികൾ അവർ തേടുകയാണ്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും അതിനെ മറികടക്കണം എന്നൊരു ചിന്ത അവരിൽ ഉടലെടുക്കുകയാണ്. നിങ്ങൾക്ക് അരികിലെത്തുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. ചിലപ്പോൾ കുറച്ചധികം ഈഗോ കൂടുതലുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെതായി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരല്ല. അവർ തീരുമാനിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തെത്തണമെന്നതിന്. അതിന് അവരായി തന്നെ ഒരു വഴി കണ്ടെത്തും എന്നത് തീർച്ചയാണ്. നിങ്ങളുടെ
പ്രണയം സാക്ഷാത്കരിക്കുമോ എന്നറിയുന്നതിന് നമുക്ക് 2 കാർഡ് കൂടി നോക്കാം. നമ്പർ 1, നമ്പർ 2. ഇതിലേതെങ്കിലും ഒരു കാർഡ് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖവും നിങ്ങളൊന്നിച്ച് ചെലവഴിച്ച നല്ല സമയങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും മനസ്സിൽ കൊണ്ടുവരിക. ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്പർ 1, നമ്പർ 2. നമ്പർ 1 നമുക്ക് നോക്കാം. നമ്പർ 1 ലവേഴ്സാണ്. പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഏറ്റവും മികച്ച കാർഡ് അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് തിരഞ്ഞെടുത്തവരുടെ പ്രണയം പൂവണിയുക തന്നെ ചെയ്യും. നിങ്ങൾ വിവാഹിതരാകും. 100% നിങ്ങളുടെ ആഗ്രഹവും അല്ലെങ്കിൽ അഭിലാഷവും നടക്കും എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവരുടെ ദി എംപർ ആണ്. അധികാരത്തിൻ്റെ അടയാളമാണ് ഈ കാർഡ്. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി ഒത്തുനോക്കി നല്ല കാര്യങ്ങളെ പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ സമീപിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി വീഡിയോ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.